താങ്കളുടെ സിനിമ, നാടകം പോലത്തെ ഇത്തരം രംഗത്തേക്ക്, കലാ സാഹിത്യ രംഗത്ത് താങ്കളെ കൂടുതൽ ശ്രദ്ധ അതിലേക്ക് വരാനും ആദ്യകാലങ്ങളിലെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പോ ഇതിലേക്ക് ശ്രദ്ധ കൂടുതൽ തിരിയാൻ മറ്റു പല മേഖലകളിൽ താങ്കൾ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇതിൽ ശ്രദ്ധ തിരിഞ്ഞ് കേന്ദ്രീകരിക്കേണ്ടായ ഒരു കാരണം എങ്ങനെയായിരുന്നു താങ്കൾ ഇപ്പോൾ ഇരുന്ന് ഓർക്കുമ്പോൾ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കയ്യെഴുത്ത് മാസികൾ പിന്നെ അതുപോലെ തന്നെ ഞാൻ 8ലൊക്കെ പഠിക്കുമ്പോൾ 8, 9, 10 ഈ കാലത്തൊക്കെ 3 പ്രിന്റഡ് മാഗസിൻ എഡിറ്റ് ചെയ്തിട്ട് ഇറക്കിയിരുന്നു. കുട്ടികൾ എന്ന് പറയും, പൂമൊട്ടുകൾ, കലാമുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മാഗസിനായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴാണ് 3 പ്രിന്റഡ് മാഗസിൻ ചെയ്തിരുന്നു. ചെറിയത് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് തന്നെയാണ്. ഒരു പൂമൊട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ യൂത്ത് ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പഠിക്കുമ്പോൾ തന്നെ ഞാൻ കുറച്ച് ലെഫ്റ്റിസ്റ്റ് മൂവ്മെൻറ്റിലൊക്കെ ബന്ധപ്പെട്ട ആളായിരുന്നു. സ്റ്റുഡൻസ് ഫെഡറേഷനിൽ വളരെ കാര്യമായിട്ട് ഞാൻ പങ്കെടുത്തിരുന്നത്. പിന്നെ ആ കാലത്ത് തന്നെ മുണ്ടശ്ശേരി മാഷ് അറിയാലോ, ജോസഫ് മുണ്ടശ്ശേരി, അദ്ദേഹം ഒരു നവജീവൻ എന്ന് പറഞ്ഞിട്ടൊരു ഡെയിലി മാഗസിൻ ഇറക്കിയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗികമല്ല, അനൗദ്യോഗികമായിട്ടൊരു മുഖപത്രമായിരുന്നു. അപ്പോൾ അതിൽ സബ് എഡിറ്ററായിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ പാർട്ട് ടൈം അല്ല, 3 മണിക്ക് ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ 3 മണി മുതൽ 9 മണി വരെ സബ് എഡിറ്ററായിട്ട് നിൽക്കും. സബ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിരുന്നു. വർക്ക് ചെയ്യുന്ന എനിക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. പിന്നെ അവരത് ഒഫീഷ്യലായിട്ട് ശമ്പളം തന്നു തുടങ്ങി. അങ്ങനെ ഈ ആദ്യമായിട്ട് ഇതായിരുന്നു. പിന്നെ ഞാൻ ഗ്രാജുവേഷന് ശേഷം ഞാൻ കുറച്ച് കാലം ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. അന്നും ഡിസ്ട്രിക്ട് ബോർഡിലായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരിക്കുന്ന കാലത്താണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെ ഡയറക്ഷൻ ഇതിലൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് കണ്ടത്. ഞാൻ പിന്നെ എഴുതി എന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തു. ഞാൻ അവിടെ 3 കൊല്ലം പഠിച്ചു. 3 കൊല്ലം പഠിച്ചിട്ട് ഞാൻ 3ാമത്തെ ബാച്ചായിരുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒക്കെ ശേഷമുള്ള ബാച്ചായിരുന്നു. അത് പഴയ ബാച്ചാണ് കേട്ടോ, ആദ്യകാലത്തെ ബാച്ചാണ്. അതിൽ വന്നിട്ട് ഞാനാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികളിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ വെച്ചിട്ട് ഒരു ഫീച്ചർ ഫിലിം ഇറക്കിയത്, അവൾ എന്ന് പറഞ്ഞിട്ട്. അതിന് വേറെയും പല പുതുമുഖങ്ങളുണ്ടായിരുന്നു. ആദ്യമായിട്ട് മധു സൈഡ് ഹീറോ ആയിട്ടായിരുന്നു. ചെമ്മീനിലൊക്കെ പരികുട്ടിയായിട്ട് സത്യൻ്റെ ഒരു സൈഡ് ഹീറോ ആയിരുന്നു. മധുവിന് ആദ്യമായിട്ട് ഹീറോ ഇതിൽ കൊണ്ടുവന്നത് ഞാനാണ്. അതുപോലെ മംഗള രവിവർമ്മന് ആദ്യമായിട്ട് ക്യാമറാമാനാക്കിയത് ഞാനാണ്. പിന്നെ ഉഷാനന്ദിനി എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എല്ലാവരും ഒരുവിധം പുതുമുഖങ്ങളായിരുന്നു. ഐ ലൈക്ക് ഹർ വോയിസ്. അതായത് എൻ്റെ ഇഷ്ടത്തിന് പാകപ്പെടുത്തിയെടുക്കുന്നതെന്നല്ലാതെ ഷാഴ്സായതുകൊണ്ടല്ല. പിന്നെ ഈ ക്യാരക്ടറൊക്കെ തന്നെ സ്യൂട്ടബിളായിട്ടുള്ള അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ശാസന ഞാൻ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വേറെ പല വേഗറീസ്, ഒരു വേഗറീസ് എന്ന് പറഞ്ഞാൽ സിനിമ ഒരു ഇതായിട്ട് ഫാദർ മരിച്ചു. ഞാൻ കുറച്ച് റബ്ബറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ റബ്ബർ കുറച്ച് കാലം 10 കൊല്ലമൊക്കെ നടക്കുമ്പോഴാണ്, അതും തന്നെ ഒരു ബൊഹീമിയൻ ലൈഫായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഡോക്യുമെൻ്ററി പടങ്ങൾ എടുത്തിരുന്നു. ഡോക്യുമെൻ്ററി എടുത്തിരുന്നു, കേരള ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് എടുത്തിരുന്നു. പിന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് അവരുടെ ഒരു ഔട്ട്സൈഡ് പ്രൊഡ്യൂസേഴ്സിൻ്റെ പാനലിൽ ഞാൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഡോക്യുമെൻ്ററി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 10 കൊല്ലം ഗ്യാപ്പാണ്. ഫീച്ചർ ഫിലിമിൻ്റെ ആണ് കേട്ടോ ഗ്യാപ്പ്. ഫീച്ചർ ഫിലിമാണ് ഫിലിം എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ കണ്ടിന്യൂസ് ഞാൻ ആക്റ്റീവാണ്, ഫിലിം മേക്കിങ്ങിൽ തന്നെ ആക്റ്റീവാണ്. പക്ഷേ പൊതുജനം അറിയുന്ന ഫീച്ചർ ഫിലിം 10 കൊല്ലത്തെ ഗ്യാപ്പാണ്. ഓരോന്നിനും ഒരു പടം എടുത്തു, പിന്നെ അതിൻ്റെ ശേഷവും പിന്നെ ഗ്യാപ്പ് വന്നു. അതിൻ്റെ ഇടയിൽ ആദ്യത്തെ ഈ പടം അത് 1967 ഈ അവൾ എന്ന് പറഞ്ഞ നടക്കുന്നത്. ഉടനെ പിന്നെ ഞാൻ പറഞ്ഞില്ല, ഡെപ്രേഷനായിട്ടും ബാക്കി ബിസിനസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഞാനൊരു നാടകം എഴുതേണ്ടി വന്നു, ചാവർപ്പട എന്ന് പറയുന്നത്. അതൊന്നും എനിക്ക് വളരെ കുറേ 10-27 വയസ്സായിട്ടുള്ളൂ. ആദ്യത്തെ പടം എടുക്കുമ്പോൾ ഐ വാസ് ഓൺലി 24. അത് ചാവർപ്പട എന്ന് പറഞ്ഞിട്ടുള്ളത് അത് വളരെ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു. ആദ്യമായിട്ട് എല്ലാം വളരെ ചെറുണ്ടാക്കിയിട്ടുള്ള ഇതുമാണ്. അത് ആശയപരമായിട്ടും അതിൻ്റെ സങ്കേതപരമായിട്ടും വളരെയധികം ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരിതായിരുന്നു.
അത് ആ പടം തന്നെ ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ട് തന്നെ അഗ്രാമി തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പ്രകടിപ്പിക്കുക. അത് പിന്നെ ഭോപ്പാലിലന്ന് തിയേറ്റർ നാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അത് വൺസ് ഇൻ 3 years ആയിരുന്നു അന്നൊക്കെ. അതിൽ പങ്കെടുക്കുന്നത് വലിയ വലിയ ഡയറക്ടേഴ്സ് ആയിരുന്നു. അതായത് ഹബീബ് തൻവീർ, വിജയ് തണ്ടൂൽക്കർ, ബാദൽ സർക്കാർ, ഇങ്ങനത്തെയൊക്കെ ഇന്ത്യയിൽ തന്നെ ടോപ്പായിട്ടുള്ള ആളുകൾ അതിൻ്റെ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചു. അത് വളരെ വലിയ സർപ്രൈസിങ് ആണ്. ഐ വാസ് ഓൺലി 27. അവരൊക്കെ വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ നാടകങ്ങളും നാടക ട്രൂപ്പുകളും നാടക പ്രവർത്തകന്മാരുമായിരുന്നു. അവരുടെ ഇടയിൽ ഞാൻ ചെറിയതായിട്ടുള്ളൊരിതും അതും തന്നെ ഒക്കെ അമച്വർ ഇത് വന്നിട്ടും അതും വളരെയധികം ഉണ്ടാക്കാൻ സാധിച്ചു. പക്ഷെ ഞാൻ അതിൽ നിൽക്കില്ല. പിന്നെ ഞാൻ ഡോക്യുമെൻ്ററി മറ്റേതായിട്ട് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമല്ല. എൻ്റെ പഠിപ്പിലും അത് LLBക്ക് പോയി, പിന്നെ BEdന് പോയി, അതുപോലെ തന്നെ LLBക്ക് പിന്നെ ഇവിടെയും തന്നെ പൂനെയിൽ പോയത് MA LLBക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അവിടുന്ന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. ഇങ്ങനെ തന്നെ ഒരു വേവറിങ് ഇതാണ് എനിക്ക് സ്ഥിരമായിട്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാം. ഈ കാലത്ത് ഞാൻ കഥകളും ധാരാളം ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്ത് എഴുതുകയും ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞ് ഡോക്യുമെൻ്ററിയിൽ കുറേ എടുത്തു. പിന്നെ അതും തന്നെ വലിയ ഡോക്യുമെൻ്ററി ബിഗ് ബഡ്ജറ്റ് യുനെസ്കോന് വേണ്ടിയിട്ടൊന്ന് എടുത്തു, ഫ്രം റിച്വൽ ടു പെർഫോമിംഗ് ആർട്സ് എന്ന് പറയും. അതുപോലെ തന്നെ മോസ്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലത്തെ മുഴുവൻ മോസ്കിനെ പറ്റിയിട്ട് കൾച്ചറൽ മിനിസ്ട്രി, നാഷണൽ അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കൾച്ചറൽ മിനിസ്ട്രി സ്പോൺസർ ചെയ്തിട്ടൊരു പടം ചെയ്തു. അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ ഓഫ് ഇസ്ലാം ഓൺ ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഇങ്ങനത്തെ. പിന്നെ അതുപോലെ തന്നെ യുനെസ്കോയുടെ വളരെ ബിഗ് ബഡ്ജറ്റ് ഫിലിമായിരുന്നു. ഇതൊക്കെ അങ്ങനെ പതുക്കെ. പക്ഷേ എനിക്ക് ഒന്നെന്താണ്, ഐ വാസ് എ ജേർണലിസ്റ്റ്. എനിക്കിതിൻ്റെ കളികളൊക്കെ നല്ലോണം അറിയാൻ. എങ്ങനെയാണ് ജേർണലിസ്റ്റ് എക്സ്പോസ് ചെയ്യുക, എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട്, അതായത് യാതൊരു അർഹതയില്ലാത്തവർ തന്നെ അവർ വന്നിട്ട് ഇതിന് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതായിട്ടുള്ള കള്ളക്കളികളൊക്കെ. അപ്പം ഞാൻ എക്സ്പോസ് ചെയ്യുന്നില്ല. അതാണ് ഞാൻ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കും. എനിക്കത് ആവശ്യമില്ല. അവർ താഴ്ന്നു പോകേണ്ടതല്ല എന്ന് മാത്രമല്ല, എന്നെ അറിയുന്നവരൊക്കെ തന്നെ. അപ്പം ഞാൻ അതുപോലെ തന്നെ 3 പടം എടുത്തു. ഞാവൽപ്പഴങ്ങളാണ് പിന്നെ എടുത്തത് 1977 20 years ആയി ഞാവൽപ്പഴങ്ങൾ. അത് ഇതിനൊക്കെ വേറൊരു പ്രത്യേകത ഉണ്ട്. ഓരോരോ പ്രാവശ്യവും ക്യാമറാമാന്മാരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. പുതിയ ക്യാമറാമാന്മാരെ. ഒന്ന് രാമേന്ദ്ര എന്ന് പറഞ്ഞിട്ട് കന്നഡയിൽ, ബാംഗ്ലൂർ വെച്ചിട്ട് ആ പടം എടുത്തത് കന്നഡയിൽ. അത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന കുട്ടി, കന്നഡയല്ലേ. അത് പിന്നീട് ഗോൾഡ് മെഡലിസ്റ്റാണ്. മംഗള രവിവർമ്മ ഗോൾഡ് മെഡലിസ്റ്റ്. പിന്നെ ഈ ഞാവൽപ്പഴങ്ങളെടുത്ത് മധു അമ്പാട്ട്, ഷാജി കരുൺ എന്ന് പറയുന്നില്ലേ, ഷാജി, ഇവർ രണ്ടാളും ആദ്യമായിട്ട് അവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാൻ. അവർ രണ്ടാളും ഗോൾഡ് മെഡലിസ്റ്റ്. അപ്പം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത 4 ക്യാമറാമാന്മാർ ഗോൾഡ് മെഡലിസ്റ്റാണ്. പക്ഷേ ഇതാർക്കും അറിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പത്രത്തിന് കൊടുക്കില്ല, മുഖം കൊടുക്കില്ല. അത് വളരെ ഇതായിട്ട് നിൽക്കുക. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നതൊക്കെ ചെയ്യാം. അതുപോലെ ഞാൻ അതിൻ്റെ ഇടയിൽ കാരണം സിനിമാക്കാർ TV സീരിയൽ എടുക്കുമ്പോൾ അതൊരു 2ാം വകയാണെന്ന് ഞാൻ എടുക്കാറില്ല. ഞാൻ അന്നും എടുത്തു. അതും തന്നെ വലിയ ഹൈകാസ്റ്റായിട്ട്. അതായത് മധുവിന്, മധു ശ്രീനിവാസൻ, ജഗന്നാഥ് വർമ്മ, പിന്നെ TR സുകുമാരൻ നായർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നാടക നടനാണ്. അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു TV സീരിയലിലല്ല സിനിമയിലും അഭിനയിക്കുന്നത്. ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ സംഗീത അക്കാദമിയിലെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. അദ്ദേഹം ചെയർമാനായിരുന്നു. ഞങ്ങൾ തിയേറ്ററിനെ പറ്റിയിട്ട് വളരെയധികം സംസാരിക്കുകയും വളരെയധികം ഇൻറ്റിമസി ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ അസീസ് ആയതുകൊണ്ട് മാത്രം അഭിനയിക്കുക. എന്നോട് കുഞ്ചാക്കോ ചോദിച്ചിട്ടുണ്ട്, സുബ്രഹ്മണ്യം ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അഭിനയിച്ചിട്ടില്ല. അവിടുത്തെ ടോപ്പായിരുന്നു. അതായത് അമിച്വർ നടൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പായിട്ടുള്ള നടനായിരുന്നു. എന്നിട്ട് ഞാൻ അഭിനയിച്ചിട്ടില്ല. അസീസ് ആയതുകൊണ്ട് അഭിനയിക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അതിൻ്റെ പിന്നെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ TV സീരിയൽ ഇപ്പോൾ എണ്ണപ്പാടെന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ടൊന്ന് എടുത്തു. MP മുഹമ്മദിൻ്റെ എണ്ണപ്പാടം. അത് ഞാൻ അഡോപ്റ്റ് ചെയ്തതാണ്. എൻ്റെ MP മുഹമ്മദിനോട് ഞാനൊരു കണ്ടീഷൻ തന്നെ, സാധാരണ MP മുഹമ്മദ് ഇങ്ങോട്ട് വയ്ക്കാറാണ്. പക്ഷെ ഞാൻ കണ്ടീഷൻ വെച്ചത് നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് കാണിച്ചു തരില്ല. അപ്പോൾ ഞങ്ങൾ അത്രയധികം അടുപ്പമാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഷൂട്ടിങ്ങിൻ്റെ അവിടെ വരാൻ പാടില്ല. ഇത് രണ്ടോടെ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങോട്ട് പറഞ്ഞു. അതൊക്കെ സമ്മതിച്ച് അങ്ങനെ നന്നായിട്ടുണ്ട്. ഇതുപോലെ ഞാൻ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഇതാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ പടം പിന്നെ ഞാനൊരു 20 കൊല്ലം വെറുതെ 20 വെറുതെ ഇരിക്കല്ല, ഞാൻ ഡോക്യുമെൻ്ററി ചെയ്യുന്നുണ്ട്. എനിക്ക്
അതുപോലെ തന്നെ 4 നോവലായിട്ട് എഴുതിയൊക്കെ ഭാഷാഭൂഷണിയിലാണ്. ഭാഷാഭൂഷണി ഹയസ്റ്റ് പെയ്ഡാണ്. 1000 റുപ്പീസ് വേറെ അധികം ആളുകൾക്ക് കൊടുക്കുന്നില്ല, എനിക്ക് തരും. അതായത് കുറച്ച് ആളുകൾ, എന്നെ അറിയുന്ന ആളുകൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പോപ്പുലർ ആളല്ല ഞാൻ. പ്രസിദ്ധിക്ക് വേണ്ടിയിട്ടും അത് വരുന്നില്ല. ഭാഷാഭൂഷണി അറിയും. അതുപോലെ തന്നെ ഇതുണ്ട് അത്യുന്നതങ്ങളിൽ കൂടാരം പണിതവർ എന്ന് പറഞ്ഞതിനെ പറ്റിയിട്ട് അയ്യപ്പ പണിക്കർ ആദ്യമായിട്ട് ഇതിന് ഒരു ഫിലിമിനെ റിവ്യൂ എഴുതുകയാണ്. അതിലൊക്കെ തന്നെ എന്നെ പേഴ്സണലായിട്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നാദിർ ഷാ മാതൃഭൂമിയിൽ ആഴ്ചവായ്പിൽ റിവ്യൂ ചെയ്തു. അപ്പോഴൊക്കെ എൻ്റെ മടി. ഞാനൊരു അയ്യപ്പണിക്കൽ ഇതൊരു കൂടി പറഞ്ഞു, നിങ്ങളൊരു മാസ് മീഡിയം കൈകാര്യം ചെയ്യാൻ കൊള്ളരുതാത്തവരാണ്, നിങ്ങളിത് നിർത്തുക നല്ലത്, ഇതിൻ്റെ ക്ലിക്കുകളും ഇതിൻ്റെയൊക്കെ അറിഞ്ഞിട്ട് അത് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഞാൻ നല്ല ബന്ധമാണ്. അതേ സമയത്തും വളരെയധികം ആളുകൾ എന്നെ അറിയാത്ത ആളുകളുണ്ട്. എന്നെ അറിയാത്ത ആളിച്ചപ്പോൾ ഞാൻ പത്രത്തിൽ അങ്ങനെ എക്സ്പോസ് ചെയ്യാൻ പോകാറില്ല. ഈ സിനിമ എന്നെ വന്നത് കുറേ കാലമായിട്ട് ഞാനൊന്നും എടുക്കാത്തത്. ഞാൻ 2-3 ഫിലിം ഫെസ്റ്റിവൽസ് കണ്ടുവന്നു. ഡൽഹിയിലത്തെ ഫിലിം ഫെസ്റ്റിവലിന് പോട്ടി വന്നു. അപ്പം അതിൻ്റെ ശേഷം ഇന്നത്തെ വളരെ, അതായത് കണ്ടന്റ് വൈസായിട്ട് വളരെ നമ്മൾ ബാക്കിലേക്ക് പോയിരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല കണ്ടന്റ് വൈസായിട്ട്. അതുപോലെ തന്നെ ഫിലിമിൻ്റെ എസ്തെറ്റിക് ഇതുണ്ട്, ഒരു സൗന്ദര്യ ശാസ്ത്രമുണ്ട്. അതായത് മൂവ്മെൻറ്റ് എപ്പോഴും പെയിൻറ്റിങ് 2 ഡയമെൻഷൻ 3 ഡയമെൻഷൻ സാധനം 2 ഡയമെൻഷനിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നു. ആ റെഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അതിൻ്റെ എസ്തെറ്റിക് വളരെ സൂക്ഷിപ്പിക്കേണ്ടതുണ്ട്. അതായത് ഈ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സംഭവങ്ങളെ പിന്നിലും മുമ്പിലുമായിട്ട് അലയിനും, അതുപോലെ തന്നെ ഈ സ്റ്റിൽ ഫോട്ടോ അല്ല, സ്റ്റിൽ പെയിൻറ്റിങ്സും 2 ഡയമെൻഷൻ ആയിട്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഫോർഗ്രൗണ്ട് ഓബ്ജക്റ്റ് വലിയ ഇതായിട്ട് തോന്നും. അതങ്ങനെ മനഃപൂർവ്വം വയ്ക്കുന്നതാണ്. പിന്നെ ഡിസ്റ്റൻസ് തോന്നാൻ വേണ്ടിയിട്ട് വലിയതാണെന്ന് തോന്നുന്നു വളരെ ദൂരത്ത് ചെറുതാക്കിയിട്ട് വരയ്ക്കും. അതായത് അതിന് കുറേ തിയറികളുണ്ട്. അതായത് ബാലൻസിങ് കുറച്ച് ഫോർഗ്രൗണ്ട് ആയിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് നാടകത്തിലാണ് സൈഡ് വിങ്ങിന്ന് സൈഡിലേക്ക് പോകുന്നതാണ് മൂവ്മെൻറ്റ്. അത് തന്നെ സെമി സർക്കുലറായിട്ട് ഇങ്ങനെ പോകും. എന്നാലും കുറേയും കൂടി ഇത് കിട്ടും നാടകത്തിൽ. പക്ഷേ സിനിമയിൽ അങ്ങനെയല്ല. ടുവേർഡ്സ് ക്യാമറയും ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് ഇത് വരുന്നത്. എന്താണെന്ന് വെച്ചെങ്കിൽ അതിന് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയും. അതായത് 10 അടി ദൂരത്ത് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഒരടി ദൂരത്തേക്ക് വരുമ്പോൾ നടന്നു വരികയാണെന്ന് വെച്ചെങ്കിൽ അവരുടെ മാറ്റം ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയും. 1/10 × 1/10 100 വ്യത്യാസം വരും. അപ്പോൾ ആ വരവ് ഒരു വരവാണ്. ഇതുപോലെ തന്നെ ബാലൻസിങ്, റിതം, ഇങ്ങനത്തെ 3 ഡയമെൻഷൻ വരുമ്പോൾ 2 ഡയമെൻഷൻ ആക്കും. അത് മിക്കവരും ചെയ്യുന്നില്ല. അതുപോലെ മൂവ്മെൻറ്റിൽ എത്ര ദൂരം മൂവ്മെൻറ്റ്, ക്യാമറ മൂവ്മെൻറ്റ്, ഇതിലൊക്കെ തന്നെ എന്തുകൊണ്ട് പ്രത്യേകത ഉണ്ട്. അതിനൊരു എസ്തെറ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് സിനിമ. അതൊന്നും നോക്കുന്നില്ല എല്ലാവരും. പിന്നെ ആളുകൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചെങ്കിൽ കഥ. ആളുകൾ റിവ്യൂവേഴ്സും സിനിമ അസസ് ചെയ്യുന്നവരും സിനിമ എടുക്കുന്നവരും ഒക്കെ തന്നെ കഥ പറയാം. അതാണ് പ്രധാനം. ബാക്കി എങ്ങനെ പറയുന്നു എന്നുള്ളതല്ല. ഈ മീഡിയത്തിൻ്റെ പ്രത്യേകതയിൽ കൂടി എങ്ങനെ പറയുന്നു എന്നുള്ളതിൻ്റെ. ഫോർ ഇൻസ്റ്റൻസ് നമ്മുടെ മുട്ടത്ത് വർക്കിയുടെ കഥകൾ എടുത്തു, അല്ലെങ്കിൽ പൈങ്കിളി കഥകൾ എന്ന് പറയുന്നത്, അതിലൊക്കെ കഥ വളരെ ഇതായിരിക്കും. പക്ഷെ അവരാരും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഒരു സാഹിത്യ അക്കാദമി അവാർഡ് കൊടുക്കുന്നില്ല പൈങ്കിളി കഥാകൃത്തുക്കളെ ഒരു മ്ലേച്ഛന്മാരായിട്ടാണ് സാധാരണ സാഹിത്യകാരന്മാർ. എന്താണ് കാരണം വെച്ചെങ്കിൽ അവർ കഥ പറയുന്നതല്ല പ്രധാനം. അവർ നല്ല കഥകൾ, പക്ഷെ അത് എങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് അരുന്ധതിനെ ചീത്ത പറയുന്നുണ്ട്, നമ്മുടെ സാഹിത്യകാരന്മാരാണ് ചീത്ത പറയുന്നത്. പക്ഷെ അവരുടെ എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു പുതിയതായിട്ടുള്ളൊരു ശൈലിയിലാണ് അവർ പറയുന്നത്. സിനിമയാണ് ടെക്നിക്ക്. സിനിമയുടെ ഡിസോൾവ് ഉപയോഗിച്ചിട്ടുണ്ട്, ഫാസ്റ്റ് കട്ടിങ് ഉപയോഗിച്ചിട്ടുണ്ട്, സിനിമയുടെ ഫെയ്ഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സിനിമ അവരെ വളരെയധികം ഒരു നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു. അത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന സ്ഥലത്ത്, അതായത് നമ്മൾ ഓവർ സെൻറ്റിമെൻ്റലൊക്കെ ആയിട്ട് നമ്മൾ മെലോ ഡ്രാമ ആയിട്ട് പറയുമല്ലോ. ഫോർ ഇൻസ്റ്റൻസ് വായിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഈ അമ്മ പിന്നെ ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള, അതായത് സിറിയൻ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഏറ്റവും തറവാട്ട് ക്രിസ്ത്യാനികളാണ്.
അവരൊരു കരുവാനായിട്ട് ബന്ധപ്പെട്ടു. ശരിക്കലായിട്ട് പിന്നെ എല്ലാവരും കൂടി അറിഞ്ഞു. അവർ പുറത്താക്കി, വീട്ടിൽ നിന്നും പുറത്താക്കി. എന്നിട്ട് 2 മക്കളുണ്ടായിരുന്നു. ഇവരല്ല, ഇതിന് ശേഷമാണ് മക്കളുണ്ടായതിന് ശേഷം ഒരു കരുവാനായിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കി. പിന്നെ അവരൊരു പ്രോസിക്യൂട്ടായിട്ടൊക്കെ പോയത്. എന്നിട്ട് ആ വീട്ടുകാർ ഒന്ന് സമ്മതിച്ചു, ഈ മകനെ, അച്ഛൻ ബംഗാളിയാണ്, അവരെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് കണ്ടോളാൻ പറഞ്ഞു വന്നു. അതുപോലെ മകളെ ഇടയ്ക്കിടയ്ക്ക്, അതായത് മേരി റോയിയുടെ മകളാണെന്നാണ് വെപ്പ്. എല്ലാവരും അങ്ങനെയല്ല, അവർ വളരെ ഇപ്പം അതുപോലെ EMS പറഞ്ഞു എന്ന് പറഞ്ഞാൽ EMS അല്ല. അതുപോലെ അവർ അമ്മയെ തന്നെ പറഞ്ഞിട്ടുള്ള ഈ ഇങ്ങനത്തെ പോയിട്ടുള്ളതാണ്, അതൊന്നും ശരിയല്ല. പക്ഷെ അമ്മയുടെയാണ് എല്ലാതും ആളുകളൊക്കെ പറയും. എന്ന് വന്നാലും ഇവർ ഈ അമ്മ ഈ മകനെ പറഞ്ഞയക്കുമ്പോൾ അത് നമ്മുടെ ആളുകളാണ് 10-30 പേജ് എഴുതാനുള്ള ഇതുണ്ട് മനോരമായിട്ട്. അവരത് വളരെ നമ്മുടെ ഈ പെയിൻറ്റിങ്ങിനൊക്കെ പറയില്ല, സ്കെച്ച് ചെയ്ത് വെറുതെ സ്കെച്ച് ചെയ്തിട്ട് അത് എന്നാലും എന്ത് നമുക്ക് സ്ട്രോങ് ഫീലിംഗ് ആണ്. അപ്പോൾ ആ ശൈലി ഉണ്ടല്ലോ, എങ്ങനെ പറയുന്നു എന്നുള്ളത്. അതുപോലെ സിനിമയും എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് കുറച്ചും കൂടിയും. അതുപോലെ പാട്ട് പാടുമ്പോൾ, സംഗീതത്തിൽ വരുമ്പോൾ അവരുടെ സ്വന്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ക്ലാസിക്കൽ തിരിക്കാൻ പോകുന്നില്ല. യേശുദാസിൻ്റെ തന്നെ പാട്ട് പാടുമ്പോൾ അയാളുടെ ട്വിസ്റ്റ് ഉണ്ട് സ്വന്തം. അത് യേശുദാസിൻ്റെ ശൈലാണ്. പിന്നെ യേശുദാസിനെ പറ്റിയിട്ട് അതുപോലെ തന്നെ പാടുന്നു പറയുന്ന എല്ലാം അയാൾ കലാകാരനല്ല. അയാൾ സ്വന്തമായിട്ടൊരു ഒരു ടേൺ ഓവർ ഉണ്ട്. ശരിക്കൊരു എന്താ പറയുക, ചിന്തൂരി കണ്ടിട്ടൊരു മിനുസപ്പെടുത്തലുണ്ട്. അതാണ് യേശുദാസ് ആവുന്നത്. മനസ്സിലായില്ല. പിന്നെ റേഞ്ചൊന്നും മറ്റൊരായിട്ട് പറയാൻ പറ്റില്ല. യേശുദാസിന് പ്രധാനമായിട്ടുള്ള അയാളുടെ ചിസലിംഗ് ആണ്. എല്ലാം തന്നെ ഒരു ഒഴുക്കി ഒരു ഇതിനാക്കി. അപ്പം ഇതുപോലെ ഇതിൻ്റെ ഏത് മീഡിയത്തിലാണ് ചെയ്യുന്ന വെച്ചെങ്കിൽ അതിൻ്റെ ഫോമിൽ കാണിച്ചിട്ടുള്ള എക്സ്പെരിമെൻറ്റോ അല്ലെങ്കിൽ അതാണ് പ്രധാനം. അല്ലെങ്കിൽ എല്ലാം കഥ പറഞ്ഞപ്പോൾ സിനിമയിൽ പറയണം, എഴുതിയാൽ പോരെ. അതാണ് ഈ പൈങ്കിളി കഥക്കാരെ മറ്റേ മുകുന്ദനോ അല്ലെങ്കിൽ ആനന്ദോ അല്ലെങ്കിൽ ഇവർ വരുന്നത്. അവർ മഹാകാര്യം പറയുമ്പോൾ നമുക്ക് ആദ്യം വായിക്കുമ്പോൾ വലിയ ഇഷ്ടം വരില്ല. എന്നാലും ഇവരൊക്കെ വരുന്നത് അവർ ശൈലിയിൽ ഈ പറയുന്ന കഥയല്ല, കഥയെക്കാളും അവർ ഈ ക്രാഫ്റ്റ് ഉണ്ടല്ലോ, പ്രത്യേകമായിട്ട് ഈ മീഡിയത്തിന് അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അതിൽ വരുത്തുന്നതായിട്ടുള്ള അവരുടെ ഇതാണ് ഫോമിൽ. അതായത് ഈ പ്രത്യേകമായിട്ടുള്ള ഈ മാധ്യമത്തിന് അനുഗുണമായിട്ടുള്ള പിന്നെ ശൈലിയും അതുപോലെ തന്നെ അതിൻ്റെ സൗന്ദര്യവും നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ മാധ്യമത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ട് അറിഞ്ഞ് ആദരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് ഈ പറയുന്ന സാധനം രൂപപ്പെടുത്തുന്നതിലാണ് ഒരു കലാകാരനാകുന്ന ഓരോരോ കലാകാരന്മാരും അതിലാണ്. അതുപോലെ തന്നെ ഈ സിനിമ എടുക്കുമ്പോൾ പക്ഷെ ദുര്യോഗത്തിന് പിന്നെ സിനിമയുടെ അവാർഡ് നിശ്ചയിക്കുന്നവർ സാഹിത്യകാരന്മാരോ മറ്റോ ഇപ്പോൾ ഗുപ്തൻ നായരടുത്ത് അന്ന് ഞാൻ എഴുതി കൊടുത്ത ആളാണ്. അതിൻ്റെ വളരെ രസമുള്ളതാണ്. ഞാൻ എഴുതി കൊടുത്തു. ഞാൻ എൻ്റെ പടം 3 പടം ഇതിന് മുമ്പെടുത്തിട്ടുണ്ട്. അത് 3 ഞാൻ അവാർഡിന് കൊടുത്തിട്ടില്ല. ഞാൻ ഈ ഗുപ്തൻ നായരായപ്പോൾ ഗുപ്തൻ നായർ സാറ് ഞാൻ വളരെ അടുപ്പമാണ് കേട്ടോ. വളരെ അടുപ്പം എന്ന് പറഞ്ഞാൽ എന്നെ എല്ലാവർക്കും അറിയാമെന്നല്ലേ. ഞാൻ വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ വെച്ചെങ്കിലും കൂടിയിട്ട് ഇറ്റ് ഈസ് അവർ എന്നെ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം ഞാൻ ഇതിന് രസത്തിന് എഴുതി കൊടുത്തു. ഐ എം നോട്ട് പ്രസൻറ്റിങ് മൈ പ്ലേ ഫോർ ദീസ് കോമ്പറ്റീഷൻ ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് the present judging committee is competent to judge my film. അവർക്ക് അത് എൻ്റെ ഫിലിമിന് ത്രാണിയില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ തമാശയ്ക്ക് എഴുതി കൊടുത്തു. ഞാൻ അങ്ങനത്തെ വല്ലതൊക്കെ എഴുതി വന്നിട്ടു. ഇനി വേറെ എന്താണെന്ന് വെച്ചെങ്കിൽ ഐ ഗോട്ട് എ വെരി ഹൈ ടാലൻസ് ടു ക്രിയേറ്റ് എനിമീസ്. ഞാൻ അങ്ങനെ തന്നെ ഇതൊക്കെ എഴുതിയിട്ട് ഭയങ്കര എതിർപ്പുണ്ടാവും. അപ്പോൾ ഈ പിന്നെ ജഡ്ജ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് അടൂർ ഗോപാലകൃഷ്ണൻ ഒരിക്കലും സാഹിത്യ അക്കാദമി ഇല്ല ഒരു പുസ്തകം ജഡ്ജ് ചെയ്യാൻ വിളിച്ചിട്ടില്ല. അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയുടെ വലിയ ആളാണ്. അല്ലെങ്കിൽ വേറെ പിന്നെ MB ദേവൻ എൻ്റെ പെയിൻറ്ററാണ്, നല്ല പെയിൻറ്റിങ് ക്രിട്ടിക്കാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും സാഹിത്യ അക്കാദമിയിൽ കടത്തില്ല. അതുപോലെ സംഗീതം മറ്റേ ലളിത കലാ അക്കാദമിയിൽ ചിത്രത്തിനെ പറ്റിയിട്ട് എഴുതുന്നത് സിനിമാക്കാരനെയും ബാക്കിയുള്ളവരെ വിളിക്കില്ല. അതാത് ഇതിൽ പ്രാവീണ്യം സിദ്ധിച്ചിട്ടേ പറ്റും. പക്ഷെ സിനിമയ്ക്ക് എന്താണെന്ന് വെച്ചെങ്കിൽ എല്ലാവർക്കും പറയാം. അപ്പോൾ അതിൻ്റെ എയ്സ്തെറ്റിക്സ് അറിയാത്തവനാണ് അതിൻ്റെ കഥയാണ് പറയുക. കഥയിൽ അത് മാറി മറ്റേ കഥാപാത്രം ഇങ്ങനെയാണ്. അതൊക്കെ സാഹിത്യം വിമർശിക്കുമ്പോൾ പറയട്ടെ, ഇതിൻ്റെ ക്യാമറ മൂവ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ക്യാമറയുടെ അറേഞ്ച്മെൻറ്റ് എന്താണ്,
ക്യാമറ ലൈറ്റിംഗ് എന്താണ്, ഇതൊക്കെ പറയാൻ. അതാണ് ഫിലിമിൻ്റെ എസ്തെറ്റിക്. എല്ലാവരും ക്ലാസിക്കൽ മ്യൂസിക് ഒരേ രാഗമാണ് പാടുന്നത്. പക്ഷെ അവരുടെ ഒരു പ്രത്യേകിച്ച് കർണാട്ടിക് മ്യൂസിക്കിൽ പറയും രണ്ട് പിന്നെ സംഗീതജ്ഞന്മാർ ഒരുമിച്ചിട്ട് പാടാൻ സാധിക്കില്ല എന്ന് പറയും. ഒരിക്കലും ബാക്കി എല്ലാത്തിലും പാടും. ഇപ്പോൾ കോറസ് ഉണ്ടല്ലോ, വെസ്റ്റേൺ മ്യൂസിക്കിലൊക്കെ കോറസ് എത്ര 1000 ആളുമായാലും അവർ ഒരേ ജാതി പാടും. പക്ഷേ രണ്ട് കർണാട്ടിക് മ്യൂസിക്കുകാരന്, അതായത് അങ്ങേയറ്റത്ത് ഒരിക്കലും ഒരുമിച്ചിട്ട് പാടാൻ പറ്റില്ല എന്ന് പറയും. എന്താണെന്ന് വെച്ചെങ്കിൽ ഒരാൾക്ക് സ്വന്തമായിട്ടൊരു ട്വിസ്റ്റ് ഉണ്ട്, വ്യക്തിത്വമുണ്ട്. അതുപോലെ ഇവരുടെ വ്യക്തിത്വം എങ്ങനെയാണ് സിനിമ കാണുമ്പോഴും കുറച്ചും കൂടി കഴിഞ്ഞാൽ അത് പരിചയിച്ചു കഴിഞ്ഞാൽ അത് തന്നെ കർണാട്ടിക് മ്യൂസിക്കുമാർക്കും നീട്ടി പോകാൻ തോന്നും. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ അത് അത്ര ബോറല്ല നമുക്ക് അതിനെപ്പറ്റി. അതുപോലെ കഥകളി കാണുമ്പോഴും കഥകളിനെ പറ്റിയിട്ട് നല്ലോണം അറിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ കലാമർമ്മം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ആസ്വദിക്കാൻ സാധിക്കും. മറ്റ് ഋതം വളരെ പ്രധാനമാണ്. ബേസിക്കായിട്ട് അതായത് മുദ്ര പിടിക്കുന്നത്, മുദ്ര വിടുന്നത്, കണ്ണിൻ്റെത് ഒക്കെ തന്നെ ഒരു ബേസിക് ഋതത്തിൽ മെയിൻ ബീറ്റ് ഉണ്ടാവും. മെയിൻ ബീറ്റിനനുസരിച്ചിട്ടാണ് അവർ ചേഞ്ച് ചെയ്യുക. അത് നമുക്ക് വേഗം പറഞ്ഞാൽ ഇപ്പോൾ കഥകളി വരുന്നവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ നോക്കിക്കോന്നി കണ്ണ് വെട്ടിക്കുന്നത്, അവരുടെ കാലിൻ്റെത്, കയ്യിൻ്റെ മുദ്ര വിടുന്നത്, മുദ്ര പിടിക്കുന്നത്, വിടുന്നത്, ഇതൊക്കെ ഋതം ഇടുന്നത്, അത് ബേസിക്. പിന്നെ ഇതിൻ്റെ ഇവർ സ്വന്തമായിട്ട് എങ്ങനെയൊക്കെ മാറ്റുന്നുണ്ട്, അതായത് മനോഗതം എന്ന് പറയും. അപ്പം അത് ആസ്വദിക്കുന്ന കുറച്ചും കൂടി ഹയർ ലെവലിൽ വേണം. എല്ലാവർക്കും ഒരു കല എല്ലാത്തിനും അങ്ങോട്ട് പ്രാഥമികമായിട്ടുള്ളൊരു വിജ്ഞാനം കൊണ്ട് ഇതിൽ. പക്ഷെ നിർഭാഗ്യവശാൽ സിനിമ കാണുന്നവരൊക്കെ തന്നെ വലിയ ക്രിട്ടിക്കുകളാണ്. നമ്മളോട് തന്നെ പറയും അത് ശരിയായില്ല, ലൈറ്റിങ് ശരിയായില്ല, അത്. പക്ഷെ അതിനെ പറ്റിയിട്ട് നല്ലോണം അറിയുന്ന സിനിമ ഒരു പ്രത്യേകമായിട്ടുള്ള കുറച്ച് കഴിഞ്ഞാൽ പ്രസംഗിക്കുന്നതാണ്. എനിക്ക് പിന്നെ പ്രഷറിൻ്റെ അതുള്ളതുകൊണ്ടെന്ന് പറയാം. എന്താണെങ്കിലും കുറച്ച് കാലത്തിൻ്റെ ഇടയിൽ ബാക്കി എല്ലാത്തിനും കൂടെ എഫക്ട് ഷാർട്ടായിട്ട് വരുന്നു. ആദ്യകാലത്ത് ആരും പിന്നെ കലയായിട്ട് നോക്കിയിരുന്നില്ല. ഏറിയ നാടകം എടുക്കാനുള്ള ഒരു ഉപകര എന്നുള്ളതിനൊക്കെയായിരുന്നു. പിന്നെ ഇതിൻ്റെ സ്വന്തമായിട്ടുള്ള സങ്കേതങ്ങൾ, സ്വന്തമായിട്ടുള്ള സൗന്ദര്യശാസ്ത്രം, ലാവണ്യ ശാസ്ത്രം, ഇതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ലാവണ്യം ആരും ആസ്വദിക്കാൻ, അതായത് എല്ലാവർക്കും കാണാവുന്നതാണ്, എല്ലാവർക്കും അഭിപ്രായം പറയാൻ പറ്റുന്നതാണ്. പിന്നെ മാസ് മീഡിയമാണ്. അത് അല്ല സിനിമ ആസ്വദിക്കണമെങ്കിൽ കുറെ കണ്ടിട്ട് ഏത് മാധ്യമത്തിനും ആസ്വദിക്കണമെങ്കിൽ കണ്ട് ആ കലയോട് പരിചയം വരണം. മോഡേൺ ആർട്ട് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് അത് പൊട്ടയെന്ന് പറഞ്ഞാൽ ഇതില്ല എന്ന് മാത്രമല്ല. പിക്കാസോനെ പറ്റി ഒരു കഥ ഉണ്ട്. പിക്കാസോ എഴുതിയിട്ട് 14ാമത്തെ വയസ്സിൽ അദ്ദേഹം ബാസിലോണിയെന്ന് പാരീസിലേക്ക് പോവാണ്. അപ്പോൾ ഈ 14ാമത്തെ വയസ്സിൽ ഈ കുട്ടി എങ്ങനെ എഴുതിയിട്ട് മാസ്റ്റർ പെയിൻറ്റേഴ്സ് എന്ന് പറയും. അതായത് ലിയോണാർഡോ ഡാവിഞ്ചി, മൈക്കൽ ആഞ്ചലോ, റാഫേൽ, ഇവരാണ് 3 മാസ്റ്റർ പെയിൻറ്റേഴ്സ്, ലോകത്തിലെ ഏറ്റവും വലിയ പെയിൻറ്റേഴ്സ്. അവരൊക്കെ കവർ ചെയ്ത് 14ാമത്തെ വയസ്സിൽ ഈ കുട്ടി വരച്ചത് മറ്റവരൊക്കെ കവർ ചെയ്യുന്ന ഈ കുട്ടി ഇങ്ങനെ പോവുകയാണ് ചെയ്യുക എവിടെയെന്ന് പറഞ്ഞു. പിന്നെ അയാൾ അതിലേക്ക് നിന്നിട്ടില്ല കേട്ടോ. ഇവർ ശരിക്കുള്ള രൂപം ശരിക്കിൻ്റെ ആയിട്ട് തന്നെ അതയാൾക്ക് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് പിന്നെ മറ്റേ ഡെവലപ്മെൻറ്റാണ്, അയാൾ പുതിയ ക്യൂബിസം തുടങ്ങി. അതുപോലെ തന്നെ അയാളുടെ വരകളൊക്കെ തന്നെ വികൃതമാക്കാൻ തുടങ്ങി. വികൃതമാക്കാൻ അയാളെ എക്സ്പ്രസ് ചെയ്യണം അയാളെ. അപ്പം അത് വന്നിട്ട് അത് എക്സിബിറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഒരു തമാശയാണ്. അത് ഓർഡറിൽ, ക്രോണോളജിക്കൽ ഓർഡറിൽ ആദ്യം വരച്ചത് അങ്ങനെ ഇട്ടിട്ട് അവസാനം വരച്ചത് വരെ. പക്ഷേ ആളുകൾ കണ്ടു നോക്കുമ്പോൾ ഇവിടുന്നാണ് കാണുക എന്ന് പറയും. ഈ അവസാനം പഠിച്ചത് ഇയാൾ ആദ്യം തുടങ്ങിയതാണെന്നാണ് ധരിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇത് ഭയങ്കരമായിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ കലയായിട്ട് വളരെയധികം ബന്ധം വന്നാൽ, ഞാൻ ഇപ്പം ചുരുക്കി പറഞ്ഞാൽ സിനിമയെ പറ്റിയിട്ടും എല്ലാവർക്കും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഇതിന് വലിയൊരു ദുര്യോഗം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മാസ് മീഡിയമാണ്, ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിർമ്മിക്കുന്നത്. കുറച്ച് ആളുകൾക്ക് കുറച്ച് ഇതുകളെ ഉണ്ടാക്കുള്ളൂ, മറ്റതൊക്കെ തന്നെ മാസാണ്. അപ്പോൾ അവർക്കൊക്കെ അഭിപ്രായം പറയാനിതുണ്ട് എന്ന് മാത്രമല്ല അതിന് പേട്രൻസ് അവരാണ്. പേട്രൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രക്ഷാധികാരികൾ. എല്ലാ കാലത്തും കലാകാരന്മാർ ഈ പേട്രൻസിന് അടിമയാണ്. ഞാൻ കൂടുതലാകുന്നുണ്ടോ? പേട്രൻസിന് അടിമയാണ്. എന്താണെന്ന് വെച്ചാൽ കാളിദാസൻ പിന്നെ വിക്രമാദിത്യൻ്റെ സദസ്സിൽ കൊട്ടാരം കവിയായിരുന്നു, അല്ലെങ്കിൽ ആസ്ഥാന കവിയായിരുന്നു. അപ്പോൾ അദ്ദേഹം മഹാഭാരതത്തിലെ വളരെ ഒബ്സ്കറായിട്ടുള്ളൊരു കഥ, അതായത് ദുഷ്യന്തൻ എന്ന് പറഞ്ഞ രാജാവ് പിന്നെ കാട്ടിലേക്ക് വേട്ടയ്ക്കായിട്ട് പോയപ്പോൾ മുൻകുമാരനെ കണ്ട്
പിന്നെ അവർ തമ്മിൽ ബന്ധപ്പെട്ട് അവിധമായി ഗർഭമുണ്ടാക്കി. ഈ മഹാഭാരതത്തിലെ കഥയാണ്. ഈ ഇത് പിന്നെ സന്യാസി ഈ പെണ്ണും ഈ രണ്ട് മുനികുമാരന്മാരും കൂടി ചെന്നപ്പോൾ ഇയാൾ ശരിക്കും നിഷേധിക്കുക തന്നെയാണ് മഹാഭാരതത്തിൽ. പക്ഷേ കാളിദാസനായപ്പോൾ എന്താണ് വെച്ചെങ്കിൽ ഒരു അഭിജ്ഞാനം കൊടുത്തു. അഭിജ്ഞാനം എന്ന് പറഞ്ഞാൽ അടയാളം. അഭിജ്ഞാന ശാകുന്തളം എന്നതാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചെങ്കിൽ മോതിരം പോയി, എന്നിട്ടത് ഇത് വന്നു. അതുകൊണ്ട് രാജാവിന് മറവി വന്നു. രാജാവ് വളരെ ഗ്ലോറിഫൈഡ് ആയിരുന്നു. രാജാവ് മനഃപൂർവ്വം അല്ലാന്ന് മറ്റ് സാധാരണ ഒരു ജന്മകുമാരൻ വേലക്കാർക്ക് ഗർഭമുണ്ടാക്കി എന്നുള്ള കഥ തന്നെയാണത്. എന്നിട്ട് അവർ വീട്ടിൽ നിന്ന് തല്ലി ഓടിക്കുന്നതാണ് ഈ കഥ. ഇത് തന്നെയാണ് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ പേട്രണൻ്റെ കാളിദാസന്റെ പേട്രണാരാണെച്ചെങ്കിൽ ക്ഷത്രിയനായിട്ടുള്ള രാജാക്കന്മാരാണ്. ആദ്യകാലത്ത് 50 60 തന്നെ നല്ല ഹിന്ദി ഫിലിംസ് ആയിരുന്നു. നിങ്ങൾക്കൊന്നും കാണട്ടെ. ബർസാത്ത്, ഇത് പിന്നെ ബർസാത്ത്, അന്താസ്, ഇത് എന്നൊക്കെ പറഞ്ഞ മിഡിൽ ക്ലാസ്സിനൊക്കെ വരുന്നു. പക്ഷേ യാതൊരു വൃത്തികേടുമില്ല. ഒരുവിധം സിനിമയുടെ ഇതും അംഗീകരിക്കുന്ന ഫിലിംസ്, നല്ല ഫിലിംസ് ആക്കിയിരുന്നു. ഈ പറയുന്ന രാജീവ് തന്നെ ആദ്യത്തെ രംഗപ്രവേശം ആഗ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ, അത് സൂപ്പർബായിരുന്നു. പക്ഷെ അതേ രാജീവ് തന്നെയാണ് പിന്നെ സംഘം എടുത്തത്. എന്താ കാരണം വെച്ചെങ്കിൽ രാജീവ് മാറിയിട്ടല്ല, ഈ ഓഡിയൻസ് മാറിയിട്ടാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട്, അതായത് ഫിലിമിനെ അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല, കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുമെങ്കിൽ ഓഡിയൻസിനനുസരിച്ചിട്ട് മാറാതെ പറ്റില്ല. ഓഡിയൻസ് പിന്നെ ആദ്യകാലത്തൊക്കെ നല്ല മിഡിൽ ക്ലാസ് ആളുകളായിരുന്നു. ഭാര്യയും ഭർത്താവൊക്കെ ഈ സാധാരണ കൂലിക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ലേബർ യൂണിയൻ, അവരൊന്നും സിനിമ കാണാൻ പോകില്ല. ഇവർക്ക് തന്നെ അഫോർഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അവർക്ക് ഇതിൻ്റെ പിന്നെ ഹരിചന്ദ്ര എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ സാധാരണ ഭക്തി പരങ്ങളായിട്ടുള്ള. പിന്നെ കുറച്ച് വന്നപ്പോൾ ലോവർ മിഡിൽ ക്ലാസ് ആയി പേട്രൻസ്. ഇപ്പൊ നോക്കുമ്പോൾ ഞങ്ങൾ കുറേയും കൂടി ഉച്ചായിട്ട് പറയല്ല, CITUക്കാര് ഇങ്ങനത്തെ ആളുകൾക്കാണ് സിനിമ കാണാൻ. മറ്റൊരു മിഡിൽ ക്ലാസ്സിനൊക്കെ കാണാൻ പറ്റില്ല. ഫാമിലി ആയിട്ടൊന്ന് പോവുകയാണെന്ന് വെച്ചെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ചൊക്കെ വരുമ്പോൾ 100 റുപ്യ ശമ്പളത്തിൻ്റെ മേജർ പാർട്ടാണ് പോകുന്നത്. മറ്റവന് സേവിങ്സ് വേണ്ട. അപ്പോൾ അത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കുന്ന യാതെയോ അല്ലെങ്കിൽ ഇതോ. അതുപോലെ തന്നെ ഇപ്പോൾ കയ്യാളന്മാരെന്ന് പറഞ്ഞിട്ട് ഈ എടുത്ത് ഒന്നും ഇതില്ലാത്ത കോളേജ് സ്റ്റുഡൻസ് വരെ പോകും. അവർക്കൊക്കെ 10-100 റുപ്യ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ വീട്ടിലേക്കൊന്നും അറിയിക്കില്ല. 100 റുപ്യ ഡെയിലി സമ്പാദ്യമാണ് വെക്കേഷൻ കാലത്ത്. അപ്പം അവനൊക്കെയാണ് പേട്രൻസ്. 50 പ്രാവശ്യം 60 പ്രാവശ്യം ഒരേ സിനിമ കാണും. അപ്പം അവർ പേട്രൻസിനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പരസ്യങ്ങളും ഇതും പിന്നെ ഗ്ലാമറായിട്ടുള്ള പെണ്ണുങ്ങൾ വരും. പിന്നെ അതുപോലെ തന്നെ നഗ്നമായിട്ടുള്ള ഡാൻസുകൾ എന്തെങ്കിലും വരും, സെക്സി ആയിട്ടുള്ളത് വരും. പിന്നെ ഇപ്പോൾ റാപ്പ് ഡാൻസ്, അതാണ് 10-100 പെണ്ണുങ്ങൾ കണ്ടിട്ടില്ലേ. എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല. മുമ്പൊക്കെ ഹിന്ദി സിനിമക്കാരാണ് തുടങ്ങി വെച്ചത്. പിന്നെ നായകനും നായികയും തമ്മിലുള്ള പ്രേമമൂത്ത കാശ്മീരിൽ പോയിട്ട് അവർ പാടും, ആരില്ലാത്തോടത്ത് പാടും. അന്ന് സഹിക്കാമായിരുന്നു, മരഞ്ഞു. ഇപ്പോൾ അവർ ഒരുമിച്ച് പോയിട്ട് ആരും ഇല്ലാത്തോടത്ത് പാടുമ്പോൾ 10-100 പെണ്ണുങ്ങളെ ഇവിടുന്ന് ബാക്കിൽ നിന്ന് വന്ന് എല്ലാവരും ഒരേ ജാതി. അവർ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് എന്താണ്, ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നു. വലിയ വലിയ ഈ കമേഴ്ഷ്യൽ ഫിലിം മേക്കേഴ്സ്, ഞാൻ 50 പെണ്ണുങ്ങൾക്ക് പകരം ഞാൻ 500 പെണ്ണുങ്ങൾ ഇട്ടു, അല്ലെങ്കിൽ ഹിന്ദിക്കാർക്ക് 500 പെണ്ണുങ്ങളാക്കാം. 10 ഡ്രസ്സ് ചേഞ്ച് വരുന്നത് അവർ പാട്ട് പാടുമ്പോഴാണ് പറയുന്നത് കേട്ടോ. 10 എണ്ണം മാറുന്നതിന് ഇവർ 50 പ്രാവശ്യം ഞാൻ 50 ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് അവർ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. അത് അവർക്കും തെറ്റതാണ്. പിന്നെ എന്താണ് ദേവപ്രഭ അല്ലെങ്കിൽ ഇവർ പിന്നെ നമ്മളെല്ലാം ഇവൻ മമ്മൂട്ടി വരെ ഇപ്പോൾ സ്റ്റെപ്പുകൾ പഠിക്കാണ്ട് നിലനിൽപ്പില്ല എന്ന് വന്നിരിക്കുന്നു. ഡാൻസ് സ്റ്റെപ്പുകൾ, ഡാൻസേഴ്സ് എല്ലാവരും. എന്നിട്ട് വരെ എന്തെങ്കിലും കുറേശ്ശെ കാണിക്കും, ഒരേ ജാതി തന്നെ ഇങ്ങനെ കുറേ കാണിക്കും. പിന്നെ തല കാട്ടി ഇതൊക്കെ കാണിച്ചിട്ട്. പക്ഷെ ആളുകൾ പേട്രൻസ് ഇത് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ പേട്രൻസിന് ഇഷ്ടപ്പെടുന്നത് നൽകുക എന്നുള്ളതാണ് സിനിമ. അതാണ് വലിയ സിനിമ. അതന്നെ മാസികക്കാരും ഒക്കെ തന്നെ ഇതിനൊക്കെ, അതായത് ഏറ്റവും അധികം കാശ് കിട്ടുന്ന അവർക്ക് അഡ്വർടൈസ്മെൻറ്റ് കിട്ടുന്നതും ഈ സിനിമയാണ്, കമേഴ്ഷ്യൽ സിനിമയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതൊരു കല എന്നുള്ള നിലയ്ക്കല്ല, വളരെ പോപ്പുലറാണ്. പോപ്പുലർ ആയതുകൊണ്ട് അത് വലിയ ഉത്കൃഷ്ട കലയാകും, അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് വരുന്നില്ല. പിന്നെ വേറെ ചെറിയതായിട്ടുള്ള ഒരു സമൂഹമുണ്ട്. അവരാണ് കുറച്ച് കൂടിയിട്ട് എക്സ്പെരിമെൻ്റൽ എന്ന് പറയാം. എക്സ്പെരിമെൻ്റൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സങ്കേതം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സങ്കേതത്തിന് കൂടുതൽ
ഈ സങ്കേതത്തിനനുസരിച്ചിട്ട് സങ്കേതത്തിൻ്റെ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ ഇത് കൂടുതൽ ശക്തിമത്തായിട്ട് പറയാൻ എങ്ങനെ കഴിയുന്നുള്ളതാണ് അതിൻ്റെ. അപ്പോൾ ഈ മീഡിയത്തിന് ഇറ്റ് ഈസ് ഞാൻ പറയാം എക്സ്പെരിമെൻറ്റേഷൻ ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ദി മീഡിയം. ഈ മീഡിയത്തിന് കുറേയും കൂടിയും പുരോഗതി കൊടുക്കുക അല്ലെങ്കിൽ കൂടുതൽ ശക്തിമത്താക്കാൻ ശ്രമിക്കുക എന്നുള്ളത് അങ്ങനെ കുറേ ആളുകൾ ചെയ്യുന്നുണ്ട്. കുറച്ച് ആളുകൾക്ക് ചെയ്യുള്ളൂ. അതിനുള്ള സപ്പോർട്ട് ഗവൺമെൻറ് തരുന്നുണ്ട്. ഇപ്പം എൻ്റെത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പം കണ്ടിട്ടുണ്ടോയെന്ന് അറിഞ്ഞൂടെ അന്നേരം അത്യുന്നതങ്ങളിൽ കൂടായിരുന്നു. അത് പുതിയതായിട്ടുള്ളൊരു തീമാണ് എനിക്ക് തോന്നിയത്. ഇന്നത്തെ കാലത്ത് ഈ വിഷമങ്ങൾ ഇതൊക്കെ വരുമ്പോൾ ഒന്നെന്താണെന്ന് വെച്ചെങ്കിൽ 3 തരം ആളുകളാണ് അതിന് റിയാക്ട് ചെയ്യുക. അതായത് ഇപ്പം ഈ ബോംബ് ബ്ലാസ്റ്റ് ചെയ്ത്, പിന്നെ ഈ മൂല്യച്യുതി, പിന്നെ ധാർമ്മികമായിട്ടുള്ള അധപതനങ്ങൾ. അതായത് കാശ് മേടിച്ചാൽ പിറ്റേന്ന് കിട്ടുന്ന വഴി നോക്കുമെന്ന് പറയുന്നത് മുമ്പൊന്നും അങ്ങനെ ഇല്ല. ഇപ്പോൾ അതെല്ലാം കാശിൻ്റെ സാമ്പത്തിക ബിസിനസ്സിൽ ഇത് ഇവിടെ തോന്നുന്നത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അവന് യാതൊരു അയാളെ മുഖത്ത് നോക്കണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ഗുഡ് വിൽ ഉണ്ടാക്കണമെന്നില്ല. ഇങ്ങനത്തെ എല്ലാ നിലയ്ക്കും പിന്നെ ക്രൂരത, പിന്നെ അതായത് എന്തിപ്പോൾ ബോംബ് വെച്ചിട്ട് എത്രയോ ആളുകളെ ഇയാൾക്ക് ദേഷ്യം ഒരാളായിട്ടായിരിക്കും, അതിന് എത്ര ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളെയാണ് കൊല്ലുന്നത്. അപ്പോൾ ഈ വക കാര്യങ്ങൾ ഇപ്പം 3 തരം ആളുകളാണ്. ഒന്ന്, ഇതൊന്നും കാണാൻ ഒരു കാലത്ത് വളരെയധികം ആക്റ്റീവായിട്ട് ചെയ്തവരൊക്കെ തന്നെ വിഡ്രോ ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് ഈ അച്ഛൻ അതാണ്. പിന്നെ വേറെ യങ്സ്റ്റേഴ്സ്, കുറച്ച് ആംഗ്രി യങ് മാൻ, കുറച്ച് ആളുകളുണ്ട്. അവർ ഇതിനെതിരായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യും. അവർക്കറിയണം സക്സസ് ആവണമെന്നില്ല. വളരെയധികം ആളുകൾ അതങ്ങനെയാണ് മരിച്ചു. ഇപ്പോൾ ഭഗത് സിംഗ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമയത്ത് ഭഗത് സിംഗിനെ പറ്റി ഒരു ചെറിയ കൂട്ടം ആളുകൾ ഇതേ ബോംബൊക്കെ വെച്ചിട്ട് അവർ വലിയതായിട്ടുള്ള ഒരു സാമ്രാജ്യത്തിനോട് എതിർക്കാൻ നോക്കി. അവർക്കറിയാം അതുകൊണ്ട് ഇയാൾ ചെയ്തുകൊണ്ട് മാറുന്നൊന്നും എഴുതുന്നത്. ഇപ്പോൾ ബോസ് ഇത് ഓർഗനൈസ് ചെയ്തിട്ട് തന്നെ പറ്റിയിട്ടില്ല. ആ കാലത്താണ് ഭഗത് സിംഗ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് അറിഞ്ഞിട്ട് തന്നെ എന്നാലും അവർ പ്രൊട്ടസ്റ്റ് ചെയ്ത് അവരുടെ ഉൾക്കടമായിട്ടുള്ളതിൻ്റെ പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ളതായിട്ടുള്ള ഒരു സന്ദർഭമായിട്ട് ഇതിന് ഉപയോഗിക്കുന്ന, അവരുടെ സ്വന്തമായിട്ടുള്ള മരണത്തിന് തന്നെ കാരണക്കാരാവാം എന്നാൽ തന്നെ പിന്നെ അതിനോട് ഇതാക്കുന്ന അങ്ങനത്തെ ചെറിയതായിട്ട്. പിന്നെ ഒരു 90% ആളുകളും ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ കോൺഷ്യസ് ആണ്. കൈക്കുഴി ചീത്തയാണ്, കത്തുന്നത് ചീത്തയാണ്, ഇതിൻ്റെ അക്രമം ചീത്തയാണ് എന്നൊക്കെ മനസ്സിലാക്കിയാലും അവർക്ക് അവരുടെ പാട്ടിന് അങ്ങനെ നടന്നു പോകും. അതാണ് 3ാമത്തെ യോഹന്നാൻ ഇവിടുത്തെ തിലകൻ അവതരിപ്പിച്ചിട്ട് ഇങ്ങനത്തെ 3 കഥാപാത്രങ്ങളെ സിംബോളിക്കായിട്ടാണ്. എന്നിട്ട് അവർക്ക് വരുന്നതായിട്ടുള്ളത്, പക്ഷെ അവർക്കൊക്കെ ഇന്നത്തെ കാണുമ്പോൾ ഒരു ഹോപ്പാണ് അവരെ ഇതാക്കുന്ന, ആശ. ഇതൊക്കെ നന്നാവുന്നുള്ളത്. അതിപ്പോൾ ഇയാൾ ഈ നക്സലൈറ്റ് അല്ലെങ്കിൽ നക്സലൈറ്റ് എന്ന് പറയുന്നില്ല. അന്ന് 1948 ഈ കഥ നടക്കുന്നത്. നക്സലൈറ്റൊന്നുമില്ല. 70-ലാണ് നക്സലൈസം വന്നത്. നക്സലൈസം എന്നല്ല പറയുന്നത്. ഇങ്ങനത്തെ പിന്നെ ഈ എതിർക്കുന്നതായിട്ടുള്ള ചെറിയൊരു യുവ സമൂഹം ഉണ്ടായിട്ട് പിന്നെ അവർക്കും തന്നെ, അതായത് മഹത്തായ വിപ്ലവം വരും എനിക്ക് ശേഷം, അതിൻ്റെ ശേഷം സുന്ദര മനോജ്ഞ മഹത്തായിട്ടുള്ള ചൈന എന്നൊക്കെ പറഞ്ഞ പാട്ടുകൾ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇത് കഴിഞ്ഞാലും അല്ലെങ്കിൽ മതക്കാർ പറയും യോഗം കഴിഞ്ഞ് കിയാമനാൾ കഴിഞ്ഞ് പിന്നെ രണ്ടാമതും പിന്നെ എല്ലാവരെയും പിന്നെ മരിച്ചവരൊക്കെ മഹത്തായവരൊക്കെ തന്നെ രണ്ടാമതും ഉയർത്തെഴുന്നേറ്റ് അതിൻ്റെ ശേഷം അന്ത്യവിധി ഉണ്ടാവും. അതിൻ്റെ ശേഷം നല്ലവരൊക്കെ നല്ലതിൽ കേൾക്കും. അപ്പോൾ ഞാൻ നന്നായി നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടും എന്നുള്ള അതും ആ ഹോപ്പ് ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അതാണ് ഇതിൻ്റെ തീം. ഇത്ര ഡീപ്പായിട്ടുള്ളൊരു കഥ എടുത്തു എന്നുള്ളതല്ല എൻ്റെ മഹിമ. ഞാൻ നിങ്ങൾക്ക് അറിയാതെ പറഞ്ഞു തരികയാണ്. ഇതിൻ്റെ ടെക്നിക്ക് ഫോട്ടോഗ്രാഫി സൂപ്പർബാണ്. ഇതിൻ്റെ മധു അമ്പാട്ടാണ് അതിൻ്റെ അടുത്തിരിക്കുന്നത്. നേരത്തെ പ്രൊജക്ഷൻ വലിയ ഗുണമുണ്ടായിരുന്നില്ല, ഡിമ്മായിട്ട് വന്നിരുന്നു. അത് ശരിക്കുള്ള പ്രിൻ്റ് അല്ലായിരുന്നു വന്നത്. ഇവിടെ വന്നത് അവിടെ പോയി ഇത് നടക്കുകയാണ്, അവാർഡ് സ്ക്രീനിങ് നടക്കുകയാണ്. അപ്പോൾ നല്ല പ്രിൻ്റ് അവിടെ പോയി ഇവിടെ ആദ്യത്തെ എടുക്കുന്ന പ്രിൻ്റാണ് ഇവിടെ വന്നത്. അതാണ് പറയാൻ ഡിമ്മായിട്ട് വന്നിരുന്നില്ല. ശരിക്കും നല്ല പ്രിൻ്റല്ല. പക്ഷെ അതിൻ്റെ ഫോട്ടോഗ്രാഫി വളരെ, പിന്നെ ഞങ്ങൾ കോമ്പോസിഷൻ ഈ ഓരോരോ പെയിൻറ്റിങ് ജാതിയാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റിങ്, ഇൻറ്റേണൽ ലൈറ്റിങ്, ഇതൊക്കെ അതായത് സിനിമയുടെ നേരത്തെ പറഞ്ഞ ജാതി സൗന്ദര്യശാസ്ത്രത്തിന് അനുഗുണമായിട്ടുള്ള ഇത് ജാതി വളരെ നന്നായിട്ട് എടുത്തു എന്നാണ്. പിന്നെ വളരെ സ്ട്രോങ് തീമും
ഇത് കാണാൻ ആളുണ്ടാവില്ല. പക്ഷെ എനിക്കത് സാധിച്ചത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ NFDCയിൽ ഒരു പുതിയ സ്കീം വന്നു, 4-5 കൊല്ലമായി. അതായത് 10% ഫിനാൻസ് NFDC കൊടുക്കുകയാണ് നമുക്കിത് കൊണ്ട്. അപ്പം നമ്മൾ പ്രോജക്റ്റ് കൊടുത്താൽ, പ്രോജക്റ്റ് അല്ലെങ്കിൽ ഞാൻ പ്രപ്പോസൽ കൊടുത്താൽ അത് നല്ലതാണെന്ന് സ്ക്രിപ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയിട്ടാണ് അവർ തരും. ഇത് ഉണ്ടെങ്കിൽ അവർ കാശ് കംപ്ലീറ്റ് തരും. ബഡ്ജറ്റിൽ ഒതുങ്ങണം. മറ്റൊരു ചെയ്യുന്ന കോടിയൊന്നും നമുക്ക് ചെലുക്കാൻ പറ്റും. 30 ലക്ഷം രൂപ തരും. എന്നാലും അതൊരു കാര്യമാണ്. പിന്നെ ഞാൻ ഈ ഇതിന് ബഡ്ജറ്റിൽ അതിലെടുത്ത് മേജറായിട്ട് ഈ ആരിഫ്ലക്സ് ഇതിൻ്റെ ARRI 3 ക്യാമറ എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്ലോ മോഷനൊക്കെ അല്ലേ, ഈ പറക്കുന്ന ജാതിയൊക്കെ ഉണ്ട്, അതിനെടുക്കുന്നതാണ്. ഒരു ദിവസം 2 ദിവസമേ ഓടിക്കുള്ളൂ. അതിന് 6000 റുപ്യാണ് പെർ ഡേ. പക്ഷേ ഇത് ക്വാളിറ്റി നന്നാവണം വെച്ചിട്ട്, അതായത് ഇൻ്റർനാഷണൽ ക്വാളിറ്റി പ്രൊജക്ഷനൊക്കെ അത് നല്ലതാവണം വെച്ചിട്ട് ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 30,000 റുപ്യയിൽ മേജർ ഭാഗം ഒരു 10 ലക്ഷം റുപ്യ അതിനെ പോയി. പക്ഷേ ക്വാളിറ്റിയാണ് ഞാൻ നോക്കി നന്നായിട്ട് എടുക്കുക. അതുപോലെ ലൈറ്റും അത് ബാറ്ററി എക്സ്പെൻസീവ്. അയാൾക്ക് കാശല്ല പറഞ്ഞു കേട്ടോ, അയാൾക്ക് നല്ല ലൈറ്റുകൾ വേണം, നല്ല ഫിൽറ്റേഴ്സ് വേണം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ നോക്കിയിട്ട് പിന്നെ ഈ NFDC ഇങ്ങനെ എടുത്തിട്ടും തന്നെ അവർക്ക് നഷ്ടമില്ല എന്ന് പറയുന്നത്. എൻ്റെ പനോരമയ്ക്ക് എടുത്ത് അതൊക്കെ 13 പടമാണ് കഴിഞ്ഞ കൊല്ലം. 24 പടം എടുക്കാം. MT ആയിരുന്നു അതിൻ്റെ ചെയർമാൻ. MT നല്ല ആൾ. അവർ 13 പടം എടുത്തുള്ളൂ. 12 പടം എടുക്കാൻ അവർ അത്രയ്ക്ക് ക്വാളിറ്റി ഇല്ല എന്നുണ്ട്. അതിലൊന്നാണിത്. അപ്പോൾ അവർ ഇത് ഇവർക്ക് ഈ പനോരമയ്ക്ക് എടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ദൂരദർശൻ 10 ലക്ഷം റുപ്യ നാഷണൽ നെറ്റ്വർക്കിൽ ഇതാണ്. അപ്പോൾ 10 ലക്ഷം അവർക്ക് പോയല്ലോ. പിന്നെ ഈ ഫോറിൻ ഫെസ്റ്റിവൽസിന് ഇത് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ NFDCക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് നിങ്ങൾ കാശ് കൊടുക്കുന്നില്ല, പ്രവാസി കാശ് കൊടുക്കുന്നില്ല. മറ്റോടത്തൊക്കെ TV ഇവിടെ പിന്നെ അതിനെ കിട്ടില്ല. TV ഇതിന് കൊടുക്കാൻ പറ്റില്ല. ഈ സബ്ജക്റ്റ് അത് പറ്റില്ല. ഈ ഗൾഫ് കൺട്രീസിൽ TV ഇതിൻ്റെ ഇത് കൊടുത്താൽ ഈ കാശ് മുതലാകും. അങ്ങനെ ഒരു വലിയൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾ പ്രവാസികൾ അങ്ങനത്തെ കുറേ സംഘടനകളും തന്നെ ഇങ്ങനെ, അതായത് മാസ് മീഡിയമായിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ തൃപ്തിപ്പെടുത്തുന്ന, പൊതുജനങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള നമ്മൾ എന്തെങ്കിലും പടച്ചു കൂട്ടുന്നതല്ലാതെ അവരുടെ ചെറിയ പതുക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വല്ലതും മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് ഈ എസ്തറ്റിക് ഞാൻ പറഞ്ഞില്ലേ, കണ്ടിട്ട് പരിചയം വരണം. പെയിൻറ്റിങ്സ് കാണാം, നിങ്ങൾ നല്ല നല്ല പെയിൻറ്റിങ്സ് കാണാം. അതാണ് പെയിൻറ്റിങ് എക്സിബിഷൻ എന്ന് വന്നാലും നിങ്ങളുടെ കല. അതുപോലെ പാട്ടുകൾ, ക്ലാസിക്കൽ ഗസൽസ് എന്ന് പറഞ്ഞാൽ സെമി ക്ലാസിക്കലാണ്, നോട്ട് പിന്നെ ക്ലാസിക്കൽ ഹിന്ദുസ്ഥാനി മ്യൂസിക് അല്ല കേട്ടോ. രണ്ടും കൂടിയിട്ട് അത് ഒരു കയറ്റമാണ്. ഈ ലളിത സംഗീതത്തിൽ നിന്ന് പതുക്കെ ക്ലാസിക്കലിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു മയാമീഡിയാണ് ഗസൽ ഇഷ്ടപ്പെടുന്ന പങ്കജ് മല്ലിക അല്ലെങ്കിൽ പങ്കജ് ദാസ അല്ലെങ്കിൽ മേധി ഹാസനോ അതൊക്കെ പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കേൾക്കാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെയാണ് ഗുലാം അലി ഖാൻ, പിന്നെ വലിയതായിട്ടുള്ള ഗസൽ ക്ലാസിക്കൽ ഇതുണ്ടല്ലോ, എന്താ പറയുക, അവരുടെയൊക്കെ. അപ്പോൾ പതുക്കെ നിങ്ങൾ കുറേ ശ്രമം ഉണ്ട്. ഈ സംഗീതം ആസ്വദിക്കണമെങ്കിൽ ഓഡിയോ പിന്നെ ശ്രോതാക്കളിൽ നിന്ന് വളരെ വലിയതായിട്ടുള്ളൊരു പ്രയത്നമുണ്ട്. ഇതൊക്കെ കണ്ടാൽ ശരിക്കുള്ള കല ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതിനുള്ളൊരു ഇതായിട്ട് ഇങ്ങനത്തെ പടം എന്തിനാണ് ഇത്രയധികം കാശെടുത്ത് ഗവൺമെൻറ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട ഡോപ്പ് ചെയ്യുന്നതല്ല. അതായത് ഇപ്പോൾ കള്ളിൽ പറയും, കള്ളിൽ ചില കള്ള് ഷാപ്പിൽ കറുപ്പ് അതിൻ്റെ പക്കത്ത് തേക്കുന്നു പറയും. അതിന് നല്ല കിക്കാണത്. അപ്പോൾ അതെന്താണ് ഞാൻ അവന് ആവശ്യമുള്ളത് കൊടുത്ത് കിക്ക് ഉണ്ടാക്കുന്നത് മതി. അതുപോലെ തന്നെ ഒരു റാപ്പ് ഡാൻസ് വെച്ചു അല്ലെങ്കിൽ മറ്റേ സ്റ്റണ്ട്, ഏതിനും സ്റ്റണ്ട് തന്നെ. അത് കയ്യൊക്കെ കണ്ടാലും മമ്മൂട്ടി തന്നെ അങ്ങനത്തെ ആൾ 10 ആൾ ഇടിക്കുന്നത് അത് ഏത് സിനിമയിലും വേണം. അപ്പോൾ അതൊക്കെ അവർക്ക് ഇഷ്ടമാണെന്നുള്ളത്. അവർക്ക് അത് കൊടുത്തിട്ട് മയക്കുമരുന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ആ കണ്ടത് മാത്രം പരിചയമുള്ളതേ അവർക്ക് ഇഷ്ടാവുള്ളൂ. ഒരു ചാടി മമ്മൂട്ടി അല്ലെങ്കിൽ MGR ഒരു വാൾപ്പായിട്ടോ ഒരു സ്റ്റണ്ടോ ഇല്ലാതെ MGR യേശു ക്രിസ്തുവായിട്ട് അങ്ങനെ നോക്കി ഒരു പ്രാവശ്യം, യേശു ക്രിസ്തുവായിട്ട്. പിന്നെ അവരെന്നെ പകുതി എത്തിയപ്പോൾ നിർത്തി. ആളുകളെ ആക്സെപ്റ്റ് ചെയ്യില്ല. അവർക്ക് വേണ്ടത് ഇതാണ്. അപ്പം അത് ഇഷ്ടമുള്ളത് കൊടുക്കുക, എന്നിട്ട് അവരെ കൂടുതൽ ചീത്തയാക്കുക എന്നുള്ളത്. എന്നിട്ട് ഞാനാണത് ഞങ്ങളുടെ പടം എത്ര ഓടി എന്നുള്ളത് മേനി പറയാം. അതെന്താണെന്ന് വെച്ചെങ്കിൽ വേശ്യാലയം നടത്തുന്ന ജാതി തന്നെയാണ്. എനിക്ക് നല്ല പെണ്ണുങ്ങളെ കൊടുക്കുന്നു, അല്ലെങ്കിൽ നീപ്പാടി പെണ്ണുങ്ങളെ കൊടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നു. ഞാൻ എൻ്റെ വേശ്യാലയമാണ്, ഭയങ്കര കേമം വരുമെന്ന് പറഞ്ഞാൽ
എന്നിട്ട് അതിന് മേനി പറയുന്നത് ഇത് അതിന് എല്ലാ ഇതുകളും ബ്രാക്കറ്റ് മാത്രം ഇരിക്കട്ടെ.